സ്ഥാനാർത്ഥികളെല്ലാം അണിഞ്ഞൊരുങ്ങി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വന്നതാണ്. എന്നാൽ ഒരാൾ വീൽചെയറിലാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വന്നത്. കോയിപ്പുറം 2-ാം വാർഡിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച നീതു മാമൻ. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു. എന്താ തോന്നുന്നിപ്പോൾ? വളരെ സന്തോഷം തോന്നുന്നു. ജനങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കടമ ഏറ്റവും ഭംഗിയായി നിർവഹിക്കും എന്നൊരു തീരുമാനമാണ്. പിന്നെ ഇന്ന് എന്നെ സംബന്ധിച്ച് കാല് വയ്യാതെയാണ് വന്നത്. ഞാൻ ചൊവ്വാഴ്ച തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഞാൻ അധ്യാപികയാണ് ഇരുപേരൂർ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറിയിൽ. അപ്പോൾ ചൊവ്വാഴ്ച തിരി സ്കൂളിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ച് കാലൊന്ന് മടങ്ങി പൊട്ടലുണ്ട്. അന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പാർട്ടി തീരുമാനിച്ചത് ഇന്നത്തേത് കഴിഞ്ഞ് ഓപ്പറേഷനിലേക്ക് എന്നുള്ളതാണ്. അപ്പം ഇന്ന് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. നാളെ രാവിലെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ചെറിയ വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമമുണ്ട്. ഇതിപ്പോൾ കാണുന്നവർക്കെല്ലാം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയേണ്ടി വരും. എന്താ ശരിക്കും ഉണ്ടായി? ഞാൻ അവിടെ ഒരു 3 സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി മുന്നിലേക്ക് കടന്നപ്പം വലത്തെ കാലങ്ങ് മടങ്ങി അത് ട്വിസ്റ്റായി. അങ്ങനെയാണ് പൊട്ടലുണ്ടായത്. താഴത്തെ കാലിൻ്റെ ചിരട്ടയുടെ തൊട്ട് മേളിലേക്കാണ് ചെറിയ പൊട്ടലുണ്ടായിരിക്കുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും സ്ലിപ്പാകും. അതുകൊണ്ടാണ് ഓപ്പറേഷനിലേക്ക് നീങ്ങുന്നത്. ജനങ്ങളിലേക്ക് ഓടിച്ചാടി നടക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ അല്ലേ? അതെ, പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത്രയും കരുതി വിജയമാണ് നേടിയത്. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന്. കാരണം ഇടതുപക്ഷ കോട്ടയിൽ സത്യത്തിൽ തുളച്ച് കയറുകയായിരുന്നു. അത് ഒരു ദൈവാനുഗ്രഹം. എല്ലാവരും സഹായിച്ചു. ആരും സഹായിക്കാതിരുന്നില്ല, എല്ലാവരും സഹായിച്ചു. അപ്പോൾ ഈ വീൽ ചെയറിൽ നിന്ന് എത്രയും വേഗം ഫീൽഡിലേക്ക് ഓടിച്ചാടി ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുക. വീൽ ചെയറിലാണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഇരുപേരൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മഞ്ഞപ്പിത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. പക്ഷേ ഞാൻ കളക്ടറിന് ഇന്ന് തന്നെ നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഹെൽത്തുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് പെട്ടെന്ന് തന്നെയാണ് പടർന്നത്. അപ്പോൾ അതിനുള്ള ആക്ഷൻ എടുക്കണം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ടതില്ല. ഒരു ഐഡിയോളജിയോടെ മുമ്പോട്ട് പോകുന്നത്. അതെ, ജനങ്ങളാണല്ലോ എന്നെ തിരഞ്ഞെടുത്തത്. അവർക്ക് വേണ്ടി എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും. നീതു ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള വിഷനോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. വീൽ ചെയറിലാണ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. സർജറി എല്ലാം കഴിഞ്ഞ് എത്രയും വേഗം ഇറങ്ങി വന്ന് ആളുകൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് നീതു നമ്മളോട് തുറന്നു പറയുന്നത്. ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.